നമസ്കാരം, ഞാൻ ഉബൈദ്, അരിക്കോട് SY സ്കൂളിലെ അധ്യാപകനാണ്. 10ാം ക്ലാസ്സിൻ്റെ മാത്സ് പരീക്ഷയാണ് അടുത്ത 16-ാം തീയതി തിങ്കളാഴ്ച. അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങളെല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് അറിയാം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയവേരി പ്രോഗ്രാമും എൻ്റെ യൂട്യൂബ് ചാനലായ UB മാത്സും കൂടെ ചേർന്ന് 10ാം ക്ലാസ്സിലെ മാത്സിലെ എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്യുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ റിവൈസ് ചെയ്യുന്ന ഒരു റിവിഷൻ ക്ലാസ് UB മാത്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ നടത്തുകയാണ്. അടുത്ത വെള്ളിയാഴ്ച 2:30 മുതൽ 4 സെഷനായിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഈ ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ തുടക്കം എന്ന രീതിയിൽ നമ്മൾ ഒരു ചോദ്യം ഇപ്പോൾ ഡിസ്കസ് ചെയ്യാണ്. ഉദാഹരണത്തിന്, റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 3. What is the common difference? Find its 27th term. Find the sum of first 20 terms. ആദ്യ പദം 3 ആയ ഒരു സമാന്തര ശ്രേണി എഴുതുക. ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? 27ാം പദം എന്താണ്? ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്താണ്? ഈ ചോദ്യത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യന് റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 3. ആദ്യ പദം 3 ആയ ഒരു സമാന്തര ശ്രേണി എഴുതുക എന്നാണ്. പല രീതിയിൽ നമുക്ക് സമാന്തര ശ്രേണി എഴുതി തുടങ്ങാം. ആദ്യ പദം 3ഉം കോമൺ ഡിഫറൻസ് ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായ രീതിയിൽ, ഏറ്റവും ലളിതമായ രീതിയിൽ എങ്ങനെ ഇതിന് ആൻസർ ചെയ്യാമെന്ന് ആലോചിക്കണം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യ പദം 3 ആവുന്ന, ഫസ്റ്റ് ടേം 3 ആവുന്ന സീക്വൻസ് എഴുതുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം നമുക്ക് 3 എഴുതാം. ഫസ്റ്റ് ടേം 3 ആവണം. അങ്ങനെയാണ് എല്ലാ ടേമും 3 ആവുന്ന രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതുന്നതാണ് ഈ ഏറ്റവും എളുപ്പത്തിൽ ഈ ചോദ്യത്തിന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള പ്രത്യേകത, ബാക്കി വരുന്ന സബ് ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ D എന്നത് നമുക്കറിയാം, സംഖ്യകൾ മാറുന്നില്ല, കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് D എന്നത് 0 ആണ്, 0 ആണ്. ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം 3 ആണ്, തേർഡ് ടേം 3 ആണ്, ഫോർത്ത് ടേം 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ ടേമും 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 27th ടേം, 27ാം പദം കാണാൻ നമുക്ക് വേറെ സൂത്രാക്യങ്ങളൊന്നും ആവശ്യമില്ല. നേരെ നമുക്ക് ഈ ശ്രേണിയിലെ സീക്വൻസിലെ എല്ലാ ടേംസും 3 ആണെന്ന പ്രത്യേകത ഉപയോഗിച്ച് നമുക്ക് 3 ആണെന്ന് എഴുതാം. ഇതുപോലെ അടുത്ത ചോദ്യം, വാട്ട് ഇസ് സം ഓഫ് ഫസ്റ്റ് 20 ടേം? ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ 20 പദങ്ങളുടെ തുക കാണാനും സാധാരണഗതിയിൽ നമുക്ക് തുക കാണാൻ ഏതെങ്കിലും ഒരു സൂത്രാക്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എല്ലാ ടേമും 3 ആയതുകൊണ്ട് 20 ടേമിന്റെ സമ്മ് കാണാൻ 20 × 3, 20 × 3, 60 എന്ന് എഴുതിയാൽ മതി. ഈ രീതിയിൽ ചോദ്യങ്ങളെ സമീപിക്കുന്നതാണ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ രീതിയിലാണ് നമ്മുടെ റിവിഷൻ ക്ലാസ് പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ സെഷൻ വരുന്നത് അടുത്ത വെള്ളിയാഴ്ച 2:30-നാണ്. 2:30-നാണ് ആദ്യത്തെ സെഷന് നമ്മൾ ആരംഭിക്കുന്നത്. 2:30-ന് യൂട്യൂബ് ചാനൽ UB മാത്സ് എന്ന ചാനലാണ്. അപ്പൊ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.